ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്കറിയാവുന്ന കുറച്ച് ബേസിക് ആയിട്ടുള്ള നമ്മുടെ ക്രോഷ്യനെ കുറിച്ചാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ആയിരുന്നാലോ. അപ്പോൾ ഫസ്റ്റ്ലി നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മുടെ വുളൻ ത്രെഡിനെ പറ്റിയാണ്. അപ്പോൾ വുളൻ ത്രെഡ് എൻ്റെ ഒരുപാട് കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഈ ഒരു കളക്ഷൻസ് ഒക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വുളൻ ത്രെഡ് എവിടെയെങ്കിലും കടയിലൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട്. ഈ ഒരു റെഡൊക്കെ നല്ലൊരു എന്താ പറയുക, അത്യാവശ്യം നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ്. എൻ്റെ കയ്യിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് മാത്രമേ എൻ്റെ കയ്യിൽ മോസ്റ്റ്ലി എല്ലാം കിട്ടും. ലൈറ്റ് കളേഴ്സ് എനിക്ക് കിട്ടാറില്ല, എന്താണെന്നറിയില്ല. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ടൈമിൽ ലൈറ്റ് കളേഴ്സ് എങ്ങനെ കണ്ടെങ്കിൽ അപ്പോൾ വാങ്ങിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ കിട്ടാറില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ക്രോഷ്യ ഈ പ്രൊഡക്റ്റ് ചെയ്യുന്നതനുസരിച്ച് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇതിന് ചെറിയ നാര് പോലെ ഉണ്ടല്ലോ, അത് പ്രശ്നമൊന്നുമില്ല. എന്നാലും നല്ല ക്വാളിറ്റിയിൽ എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ. ഇതെല്ലാം ഒരേ ബ്രാൻഡ് തന്നെയാണ്. നല്ല വൈബ്രൻ്റ് കളേഴ്സും ഒക്കെയാണ്. നമുക്ക് ഓരോന്നും മിക്സ് ചെയ്ത് എടുക്കുക. റെഡും ഗ്രീന്, അതുപോലെ ഗ്രീന് റെഡ്, അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഗ്രീന് വയലറ്റ്, അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് ക്രോഷ്യ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇതെല്ലാം സെയിം ബ്രാൻഡ് തന്നെയാണ്. ഞാനിത് ഓരോ സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് വാങ്ങിക്കുന്നതാണ്. റെഡ് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ട്. ഞാൻ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്ത് തീർത്തിട്ടുള്ളതാട്ടോ. ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള കാര്യം ഇതിൻ്റെ റേറ്റ് ആട്ടോ. നമുക്ക് വുളൻ ത്രെഡിന് പല റേറ്റ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇതിനൊരു 10 അല്ലെങ്കിൽ 15 രൂപ ഉണ്ടാവും കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇതിനൊക്കെ 10 രൂപ 15 രൂപ അങ്ങനെയാണ് റേറ്റ് വരുന്നത്. നമ്മൾ ഓരോ സ്ഥലത്തും ഓരോ റേറ്റാണ് ഇതിന് വരിക. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള സാധനമായിട്ട് വലിയതൊക്കെ വാങ്ങിക്കുമ്പോൾ അതിന് പിന്നെയും റേറ്റ് കൂടും. അപ്പോൾ നമ്മൾ ഈ എബ്രോഡുള്ള ചാനലുകൾ കാണുമ്പോൾ കൂടുതലും അങ്ങനെയാണ് കാണുക, വലിയ വുളൻ ത്രെഡാണ്. പിന്നെ ഞാൻ ചെറുത് തീരാറായതൊക്കെ നമ്മളിങ്ങനെ ഒരു കുട്ടി ബോക്സിനകത്താക്കി വെക്കുക. അതാകുമ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുന്ന ടൈമിൽ ഇതിനകത്ത് ഉപയോഗിക്കാം കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇരുന്നതാട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ചെറുതായി വന്ന്. അപ്പോൾ അടുത്തത് നമ്മുടെ ടൂളാട്ടോ, നമ്മുടെ ക്രോഷ്യ ടൂളാണ് കാണിക്കുന്നത്. എല്ലാം അതായത് ഈ 3 സെയിം സൈസ് അല്ല കേട്ടോ, പലതും പല സൈസാണ് ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഇത് സൈസ് വന്നിട്ട് 14 ആണ്. നമുക്കിതിൻ്റെ പോയിന്റ് ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റൂട്ടോ, നല്ല തിന്നായിട്ടുള്ള പോയിന്റ് ഭാഗമാണ്. നല്ല ചെറുതല്ലേ, നല്ല ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിന് നമ്പർ കൂടുന്നതനുസരിച്ച് ഇതിൻ്റെ പോയിന്റ് ഭാഗം ചെറുതായിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമ്പർ കുറയുന്നതനുസരിച്ച് അതിൻ്റെ പോയിന്റ് ഭാഗം വലുതായിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുമ്പം. അപ്പോൾ ഇത് വന്നിട്ട് 12 ആണ്. 12 എന്ന് പറയുമ്പോൾ അത്യാവശ്യം ചെറുത് വന്നാൽ വലുതും ആ ഒരു ടൈപ്പിലാണ് ഇരിക്കുന്നത്. ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്ട് ഇതാട്ടോ. ഇതിന് കണ്ടെങ്കിൽ വലിയ ലുക്കൊന്നുമില്ല, കാരണം പഴയ ഇതാണ് കേട്ടോ. സൈസ് വന്നിട്ട് 9 ആണ്. അപ്പോൾ ഇതിലാണ് ഞാൻ എൻ്റെ എല്ലാ വർക്ക്സും ചെയ്തിട്ടുള്ളത്, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതാട്ടോ. ഇതിൽ ചെയ്യാൻ നല്ല സ്മൂത്താണ്. ആദ്യമേ ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല പാടായിട്ട് തോന്നി, പിന്നെ ചെയ്ത് വന്നപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ചെയ്തത്. അപ്പം ഇതാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം. ഈ 2 മാറ്റും നല്ല എഫേർട്ട് എടുത്ത് ചെയ്ത സാധനങ്ങളാണ് ഈ 2 മാറ്റും. അപ്പം ഇതിനകത്തൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ നല്ല എഫേർട്ട് എടുത്ത് നല്ല വർക്കിൽ ചെയ്തിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇഷ്ടപ്പെടേണ്ടതിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. ഇത് നമുക്കൊരു 1-2 ദിവസം മതി കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാൻ ഒറ്റ എടുപ്പിലങ്ങ് ചെയ്ത് നോക്കി. അപ്പോൾ വലുതൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ നമുക്ക് ഇപ്പം അത്ര വലുതൊന്നും വേണ്ട, കാരണം വുളൻ ത്രെഡ് എനിക്ക് തീരുന്നത് ഭയങ്കര പ്രശ്നമായിട്ട്. അതുകൊണ്ട് ഞാൻ അധികം ഒന്നും ഉണ്ടാക്കിയില്ല, 2 ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം ഈ ഒരു ഇതാണ്. ഇത് എന്താ പറയുക, മാറ്റ്ലെസ് ബൊക്കെ അങ്ങനെയാണെന്ന് പറയാൻ തോന്നും. അപ്പോൾ ഇത് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ബൊക്കെയൊക്കെ കിട്ടും, നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു പിങ്കാണ് ഞാൻ ആദ്യമേ ഉണ്ടാക്കിയത്. അത് വലിയ ഭംഗിയൊന്നും എനിക്ക് തോന്നിയില്ല. രണ്ടാമത് ഉണ്ടാക്കിയതാണ് ഈ ഒരു യെല്ലോയാണ്. ഈ യെല്ലോ ഭയങ്കര രസമുണ്ട് കാണട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ യെല്ലോ ബൊക്കയും റെഡ് ബൊക്കയൊക്കെ, നല്ല ഭംഗിയില്ലേ. പിന്നെ ഉണ്ടാക്കിയത് വാട്ടർമെലൺ കീച്ചെയിനായിരുന്നു കേട്ടോ. കീച്ചെയിൻ്റെ ആ ഒരു ഹുക്കില്ല, എന്നാലും ചുമ്മാ ഉണ്ടാക്കി നോക്കിയതാട്ടോ. ഇത് ഒരു കീച്ചെയിനും കീച്ചെയിൻ അല്ലാത്തൊരു സാധനം. കീച്ചെയിൻ അല്ലാത്ത സാധനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹുക്കില്ല, ഒരെണ്ണത്തിനകത്ത് ഹുക്കുണ്ട്, അതുപോലെ കേട്ടോ. ഇതൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെ യൂട്യൂബ് നോക്കാണ്ട് ഇത് മാത്രം യൂട്യൂബ് നോക്കാണ്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഫ്ലവേഴ്സ് ഉണ്ട്. അപ്പം ഈ ഒരു ഫ്ലവേഴ്സൊക്കെ ഞാനാണെങ്കിൽ ഫോണിൽ ട്യൂട്ടോറിയലൊക്കെ ഇട്ടിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളതാട്ടോ. ഇതൊരു ബുക്ക് മാർക്കാണ് നാടി ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ തൂക്കിയിടാനുള്ള സ്ഥലങ്ങൾ തപ്പി നടക്കുകയാണ് എനിക്ക് തൂക്കിയിടാൻ വേണ്ടിയിട്ട്. മെയിനായിട്ടുള്ള പ്രശ്നം ഇതൊന്നും ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിർത്താൻ നല്ല പാടാട്ടോ. നമുക്ക് ഡെയിലി ഇതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ തോന്നും. അതുപോലെ തന്നെ ചെറിയൊക്കെ നല്ല ക്യൂട്ടാണ്, എക്സ്ട്രീം ക്യൂട്ടാണ്. ഇതിൻ്റെ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലായിട്ടാണ് ഞാൻ ഈ ഒരു ചെറി തൂക്കിയിട്ടുള്ളത്. അതുപോലെ കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഞാൻ എന്താ പറയുക ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കിയതാണ്, പക്ഷെ നല്ല ക്യൂട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്.
അതുപോലെ നമുക്ക് വെറും 15 രൂപ തൊട്ട് നമുക്ക് ക്രോഷി പഠിച്ച് തുടങ്ങാം കേട്ടോ. ഈ ഒരു ഇതിന് 8 രൂപയും അതുപോലെ തന്നെ ഈ ഒരു നൂലിന് നമുക്ക് ഒരു 15 രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യമേ കാണിക്കുന്നത് ഒരു സാധാരണ നമ്മൾ എപ്പോഴും പഠിക്കേണ്ട ഒരു കാര്യമാണ് ക്രോഷി ചെയ്യുമ്പം. അതായത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റിയിട്ട് ഇങ്ങനെ എടുക്കാം. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര പാടാന്ന് വിചാരിക്കും, പക്ഷെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യണം. ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യമേ ക്രോഷി പഠിക്കേണ്ടത്. അപ്പം ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാനിങ്ങനെ ഫോണിൽ ട്യൂട്ടോറിയൽ നോക്കിയിട്ട് അങ്ങനെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നല്ലൊരു എന്താ പറയുക ബിസിനസ് ആക്കാൻ പറ്റിയൊരു ഐഡിയാസാണ് ഈ ക്രോഷിയൊക്കെ. അപ്പം ടൈം കിട്ടുന്നതനുസരിച്ച് നമ്മളിങ്ങനെ ക്രോഷി പ്രൊഡക്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ക്രോഷി കൊണ്ട് ചെയ്യാൻ നമുക്ക് പറ്റാത്ത പ്രൊഡക്ട്സ് ഒന്നുമില്ല കേട്ടോ, എല്ലാം ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ക്രോഷി കിറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് അടിച്ചു കൊടുത്താൽ കിട്ടും. പക്ഷേ എന്താ പറയുക, എനിക്ക് ആമസോണിൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. എന്നാലും കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ത്രെഡിന് അധികം റേറ്റ് തോന്നിയില്ല. ഇതിനൊക്കെ 96 രൂപയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ നല്ല ബണ്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യും, കുട്ടി വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ.